നിങ്ങളെന്താ പരിപാടി? ജോഗിങ്ങിന് ഇറങ്ങിയിരുന്നു. നിങ്ങളോ? അല്ല നിങ്ങൾ ഇവിടെ എന്താ പരിപാടി? ഇത് ഞാൻ പുതിയ എടുത്ത് വീടാ. നിങ്ങളോ? അപ്പൊ നിങ്ങൾ ബീച്ചിന്റെ അവിടെ ഒരു കോളനിയിൽ മറ്റേ കടലിന്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു പുറമ്പോക്കില്. അത് ഞാൻ ഉമ്മക്കും പെങ്ങന്മാർക്ക് കൊടുത്തു. സാമ്പത്തിക ശേഷി കൂടുമ്പോൾ കൊടുത്ത്. നിങ്ങൾ സെറ്റപ്പ് ആയില്ലേ? അതെ, ഞാൻ എപ്പോഴും ജോയിൻ നടത്തി പുറത്ത് വെക്കും. കാരണം അറിയുന്ന ആള് കണ്ടാലുള്ളൂ നമുക്ക് ചെലവാക്കിയ പൈസ മനസ്സിലാവും, മുതലാക്കുക. കാണാൻ പറ്റില്ല, നിങ്ങൾ ആകെ അങ്ങോട്ട് മാറി, നിങ്ങൾ വേറെ ലെവലായി. ആയിക്കോട്ടെ. പോലെ പോലെ എന്ത് തിരക്കണ്ട് ഒഴിവാക്കിയിട്ട് പുതിയ വീടാ. എന്താ പറയാ, ഏറ്റവും നവീന സെറ്റപ്പ് ഇതിന്റെ ഉള്ളിലുള്ളത്. അത് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വീടില്ല. കേരളത്തില് അത് കണ്ടിട്ട് പോയാൽ കേട്ടോ. അപ്പൊ തൽക്കാലം ജോഗിങ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോവാം, ബാക്കിംഗ് ആക്കാം. എന്തൊക്കെ മുമ്പ് കാല് വിളിക്ക് പോകുമ്പോ ജോഗിങ് ആയിരിക്കും ഒരിക്കലും വിളിക്കലും വരില്ല, കൊഞ്ഞു വീടുമല്ല. ഈ കാലൊക്കെ സോപ്പിട്ട് കാരണം അത്ര വില കൂടിയ. അല്ല നമുക്ക് ഇത് മാർബിളോ ടൈൽസോ എന്താ സംഭവം? മാർബിൾ ടൈൽസോ ഒന്നുമില്ല, ഇത് സൗദി രാജകൊട്ടാരത്തിൽ മാത്രം ഉള്ള ഒരു മെറ്റീരിയൽസ്. അതിന്റെ പേര് ലീക്രീൻ ബീഡ്സ്. ലീക്രീൻ ബീഡ്സ്. അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് ഞാനും സൗദി രാജാവുമായിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടം തന്നെ. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ പുതിയൊരു വീട് ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോ ഒരു ലോഡ് മെറ്റീരിയൽസ് ഉരുവിൽ കൊണ്ടുപോകും. നിങ്ങൾ നാടിന്റെ അഭിമാനമാണ്. പഠിച്ചാൽ ചില പെട്ടെന്ന് കയറ്റും, പെട്ടെന്ന് ഇറക്കും ചെയ്യും. കോമോ ജോഗിങ് കണ്ടിന്യൂ. എന്താണിത്? അടിപൊളി. ഇത് ചിലപ്പോ എനിക്ക് കഴിഞ്ഞാല് കേക്ക് കഴിച്ചിട്ട് കാര്യമില്ല, ഇത് വേറെ ലെവല്. ഇതൊന്നുമല്ല, ഈ മുകളിലേക്ക് എന്തൊക്കെ അത്ഭുതമൊന്നുമല്ല. അതിന് നമ്മളെ കിച്ചൺ കാണും. ഓക്കെ, കൊമോ ജോയിങ് കണ്ടിന്യൂ. എന്റെ കോമുക്കത് എന്താണിത്? അടിപൊളിയാണ് കേട്ടോ. വാഷ് കിച്ചൺ എല്ലാം കഴുകാനോ? മൊത്തം കാണൂ. അല്ല ഇതെന്ത് സംഭവം? ഇത് സാധാ ഒരു ഫ്രിഡ്ജോ? 2 ഡോറൊക്കെ? 2 ഡോറ് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിച്ചതാ. നിങ്ങൾ ഉണ്ടാക്കി? ഈ ഡോറിന്റെ ഉള്ളില് സാധാ ഇറച്ചി, പിന്നെ സ്വാഭാവികം. ഇത് പിന്നെ ബൾക്കിസിനെ അടിക്കാൻ വന്ന ഓള് കാണാതെ വിളിച്ചിട്ട് കണ്ടിന്യൂ. ഇത് വളരെ ശ്രദ്ധിച്ചേക്കാം. ഇത് ഞാൻ ഇതിങ്ങനെ പോകുന്നില്ല. അത് വിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിക്ക് ഓർഡർ കൊടുത്തു. ഇനി മുകളിലേക്ക് കാണാം നമുക്ക് കേട്ടോ. കൊമോ ജോഗിങ് കണ്ടിന്യൂ. എന്തൊരു വെളുത്ത സംഭവം. ഇത് ആരാണ്? പാൽ കമ്പനി വെറുതെ തന്നതാ. അടിപൊളി. കൊമോ ജോഗിങ് കണ്ടിന്യൂ. ഭംഗി. ഇതിൽ ആര് കിടക്കാനാ നമുക്ക്? അതന്നെ, ഞാൻ കിടക്കുമ്പോ ബൾക്കീസ് ഇങ്ങനെ ആട്ടി തരും. കൊമോ ജോഗിങ് കണ്ടിന്യൂ. ജോഗിങ് കണ്ടിന്യൂ. എന്താണ് കോമുക്കത്? എന്ത് ക്വസ്റ്റ്യനാണ് ഇവിടെ? ഇതിപ്പോ എങ്ങനെ ഇത് കൊണ്ടുവച്ച ഒരു സമയത്ത് ഞാനിത് കിടന്നിട്ട് പൊന്തിട്ട് ടോപ്പിൽ തലയടിച്ചു വെക്കുന്നു. അല്ല നിങ്ങള് ബൾക്കിസ്ഥാനത്ത് എവിടെ? അതേ പറയട്ടെ, ഓള് സിംഗപ്പൂരിലാ. അത് സിംഗപ്പൂരൊക്കെ അല്ല, അങ്ങനെയല്ലാതെ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഒക്കെ ഒരു പരാതിയാ. നമ്മളിങ്ങനെ ലോകം ചുറ്റിക്കോളി പോകുമ്പോ നമ്മളെ എവിടെ കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ ഞാൻ പഠിച്ച കരയൊന്നും വേണ്ട, അനക്ക് എവിടെയാ പോകേണ്ടത്? അപ്പൊ ഓളിനോട് ഇപ്പൊ സിംഗപ്പൂർ എത്തണം. സിംഗപ്പൂർ ഞാൻ കരിപ്പൂര് അപ്പൊ തന്നെ കരിപ്പൂര് പോയി ഫ്ലൈറ്റ് കയറി സിംഗപ്പൂർ.
ഒരു 3-4 കൊല്ലം കയ്യിലെ നാളെ 3:45 കൂടി എത്തും. സിംഗപ്പൂർ നാളെ കൂടി വരാനോ? എന്താ പൈസക്കാർക്ക് ഇതൊക്കെ തന്നെയല്ലേ. അതിപ്പോ തിരക്ക് പിടിച്ച് സിംഗപ്പൂർ പോകാനൊക്കെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയതാ. എന്ത് സാധനം? ഫ്രിഡ്ജിൽ പച്ചക്കറി ഇല്ല. പച്ചക്കറി വാങ്ങാൻ സിംഗപ്പൂരോ? ഇനി നിനക്ക് ഈ വീടിന്റെ മുകളിൽ നിന്നാല് നമ്മള് കടപ്പുറം കാണാം, ബീച്ച് കാണാം. ഇതിന് പോണോ? നിങ്ങള് എന്ത് വീടാണ് നമുക്ക് എടുത്തത്? കൊമോ ജോക്കി കണ്ടിന്യൂ. കോമുക്ക നിങ്ങൾ 3 താഴത്തേക്ക് വീണ്. അത് ഞാൻ പറഞ്ഞത് റെഡിയാ, നേരത്തെ പറഞ്ഞില്ലേ. പടച്ചോൻ ചിലപ്പം കയറ്റും ചെയ്യും, അങ്ങനെ തന്നെ ഇറക്കും ചെയ്യുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് ഇറക്കും വിചാരിച്ചില്ല. ഈ അതിന്റെ ഇടയ്ക്ക് എന്നെ പുറത്ത് ചവിട്ടി തള്ളിയിട്ടില്ല. ഞാനോ? ഞാനല്ലാതെ അടിച്ച വെളുത്ത ആചാരി ഇരിക്കുന്നുണ്ട്, മൂപ്പനാണ് നിങ്ങളെ ചവിട്ടിയത്. അയാൾ വന്നു. അയാളാരാ? അയാൾ അതിന്റെ മുതലാളി. അപ്പൊ നിങ്ങളാരാ? സെക്യൂരിറ്റി. അത് ശരി. പൊട്ടൻ പൊട്ടത്തനി.